തമിഴക വെട്രിക്കഴകം ടി.വി.കെ എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ചതു മുതൽ ഡി.എം.കെയെ പ്രധാന എതിരാളിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് മുന്നോട്ടു പോകുന്നത്. ഡി.എം.കെയെ കടന്നാക്രമിക്കുമ്പോഴും പ്രതിപക്ഷമായ എ.ഐ.എ.ഡി.എം.കെയെ ഒരിക്കൽ പോലും ഒന്ന് നിശിതമായി വിമർശിക്കാൻ വിജയ് തയ്യാറായില്ല. ഇതോടെ 2026 തിരഞ്ഞെടുപ്പിലേക്കായി എ.ഐ.എ.ഡി.എം.കെയും ടി.വി.കെയും സഖ്യം രൂപീകരിച്ചേക്കുമെന്ന പ്രചരണവും ശക്തമാണ്. എന്നാൽ എ.ഐ.എ.ഡി.എം.കെ ഒരിക്കൽ കൂടി ബി.ജെ.പി പാളയത്തിലേക്ക് തിരികെ പോയതോടെ വിജയ് തന്റെ മുൻ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ബി.ജെ.പി സഖ്യത്തിന്റെ പേരിൽ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് ഡി.എം.കെയും ബി.ജെ.പിയും മാത്രമല്ല എ.ഐ.ഡി.എം.കെയും തങ്ങളുടെ എതിർപാളയത്തിലാണെന്ന് ദളപതി പ്രഖ്യാപിക്കുന്നു. ഭരണകക്ഷിയായ ഡി.എം.കെയുമായി ബി.ജെ.പി പരോക്ഷ സഖ്യം പുലർത്തുമ്പോൾ തന്നെ എ.ഐ.ഡി.എം.കെയുമായി അവസരവാദ സഖ്യം സ്ഥാപിച്ചിരിക്കുകയാണെന്നുമാണ് വിജയ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 2026 തെരഞ്ഞെടുപ്പ് ടി.വി.കെയും ഭരണകക്ഷിയായ ഡി.എം.കെയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കുമെന്നും വിജയ് പ്രസ്താവനയോടെ വ്യക്തമാക്കി. രഹസ്യമായി സൃഷ്ടിച്ച ജനവിരുദ്ധ സഖ്യത്തെയും മുൻ തെരഞ്ഞെടുപ്പിൽ നിരസിക്കപ്പെടുകയും സമ്മർദ്ദം മൂലം വീണ്ടും രൂപീകരിക്കപ്പെടുകയും ചെയ്ത സഖ്യത്തെയും ജനം പാഠം പഠിപ്പിക്കും. ബി.ജെ.പി അടിസ്ഥാന രാഷ്ട്രീയ ധാർമ്മികത പോലും മറന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിൽ ബി.ജെ.പിയെ ഒരു വിഭജന ശക്തിയായും ഡി.എം.കെ സംസ്ഥാനത്തെ അഴിമതിയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. ബി.ജെ.പിയും ഡി.എം.കെയും പരസ്യമായി പ്രത്യയശാസ്ത്ര എതിരാളികളായി നടിക്കുമ്പോൾ രഹസ്യമായ ഒരു ബന്ധം അവർ കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും വിജയ് ആരോപിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കെതിരെ പോലും അഴിമതി ആരോപണ കേസുകളിൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾ നടപടിയെടുക്കുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ അഴിമതി ആരോപണം നേരിടുന്നവർ സ്വകാര്യപൂർവ്വം ഡൽഹി സന്ദർശിക്കുന്നു. പെട്ടെന്ന് അന്വേഷണം മന്ദഗതിയിലാകുന്നു. ബി.ജെ.പിയും ഡി.എം.കെയും തമ്മിൽ രഹസ്യമായ ബന്ധം പുലർത്തുന്നുവെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. എന്നാൽ ബോധമുള്ള തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരുടെ നാടകത്തിൽ വീഴില്ലെന്നും ടി.വി.കെ അധ്യക്ഷൻ വ്യക്തമാക്കി. ടി.വി.കെ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാൻ എ.ഐ.ഡി.എം.കെ തയ്യാറാവാതിരുന്നതോടെയാണ് സഖ്യനീക്കം പൊളിഞ്ഞതെന്നാണ് എ.ഐ.ഡി.എം.കെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. സഖ്യത്തിന്റെ നേതൃസ്ഥാനം വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുക, 234 നിയമസഭാ സീറ്റുകളിൽ പകുതി തെരഞ്ഞെടുപ്പിൽ സഖ്യം വിജയിച്ചാൽ ഭരണത്തിന്റെ ആദ്യ പകുതിയിൽ വിജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയവയായിരുന്നു ടി.വി.കെ മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ. ഇതോടെ പലതവണ തമിഴ്നാട് ഭരിച്ച പാർട്ടിക്ക് മുന്നിൽ ഇന്നലെ വന്നവർ വിലപേശുന്നതിലുള്ള കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് എ.ഐ.ഡി.എം.കെ സഖ്യ ചർച്ചകൾ അവസാനിപ്പിക്കുകയും ചെയ്തു. വിജയ് ക്യാമ്പുമായുള്ള ചർച്ച പരാജയപ്പെട്ടു. 50 വർഷത്തെ ചരിത്രത്തിൽ 3 പതിറ്റാണ്ടോളം തമിഴ്നാട് ഭരിച്ച എ.ഐ.ഡി.എം.കെ ടി.വി.കെ ഉയർത്തുന്ന ഉപാധികൾ യഥാർത്ഥ ബോധത്തോടെയുള്ളതാണെന്ന് കരുതുന്നില്ല. ഒരു മുതിർന്ന എ.ഐ.ഡി.എം.കെ നേതാവിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്നതായിരുന്നു ആദ്യത്തെയും പ്രധാനമായ ആവശ്യം. തുടർന്ന് 234 സീറ്റുകളിൽ പകുതി സീറ്റിലും അവർ മത്സരിക്കാൻ ആഗ്രഹിച്ചു. പുതുതായി രൂപീകരിച്ച ടി.വി.കെക്ക് ഞങ്ങൾ ഒരു ജൂനിയർ പാർട്ടിയാണെന്ന മട്ടിലാണ് അവർ ഞങ്ങളോട് പെരുമാറിയത്. അതിനാൽ വിജയ് പാർട്ടിയുടെ ജൂനിയർ പങ്കാളിയാകുന്നതിന് പകരം എൻ.ഡി.എ സഖ്യത്തിൽ ചേരാൻ എ.ഐ.ഡി.എം.കെ തീരുമാനിച്ചു, നേതാവ് പറയുന്നു. ടി.വി.കെയുമായുള്ള സഖ്യ ചർച്ചകൾ അവസാനിച്ചതോടെ ബി.ജെ.പി കളത്തിലേക്ക് വരികയും വേഗത്തിൽ തന്നെ എ.ഐ.ഡി.എം.കെയുമായുള്ള സഖ്യം പ്രഖ്യാപിക്കുന്നതുമാണ് പിന്നീട് ചെന്നൈ കണ്ടത്. സഖ്യത്തിന് എ.ഐ.ഡി.എം.കെ മുന്നോട്ട് വെച്ച അണ്ണാമലയെ മാറ്റുക എന്ന ഉപാധി ബി.ജെ.പി അംഗീകരിക്കുകയായിരുന്നു. സഖ്യം നിലവിൽ വന്നതിന് പിന്നാലെ അണ്ണാമലയ്ക്ക് പകരം നയന നാഗേന്ദ്രൻ ശനിയാഴ്ച വൈകുന്നേരം പുതിയ തമിഴ്നാട് ബി.ജെ.പി പ്രസിഡന്റായി ഔദ്യോഗികമായി ചുമതലയേറ്റു. അതേസമയം ബി.ജെ.പി എ.ഐ.ഡി.എം.കെ സഖ്യത്തെ തോൽവിയുടെ അഴിമതി നിറഞ്ഞ സഖ്യം എന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്. കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എ.ഐ.ഡി.എം.കെ സംസ്ഥാനത്തെ പണയം വെച്ചിരിക്കുന്നു. 2 റെയ്ഡുകൾ മാത്രം ഭയന്ന് എ.ഐ.ഡി.എം.കെയെ പണയം വെച്ചവർ ഇപ്പോൾ മുഴുവൻ തമിഴ്നാടിനെയും പണയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.